മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 81-ാമത്തെ ദശകത്തിൽ 9ഉം 10ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 9-ാമത്തെ ശ്ലോകം: ഭൗമാപാഹൃതകുണ്ഡലം തദതിതേർദാതും പ്രയാതോ ദിവം ചക്രാദ്യൈർമഹിത സമം ദയിതയാ ദ്യുസ്ത്രീഷു ദത്തഹ്രിയാ ഹൃത്വാ കൽപ്പതരും രുഷാഭിപതിതം ജിത്വേന്ദ്രം അഭ്യാഗമസ്തത്തു ശ്രീമദദോഷ ഈദൃശൈതി വ്യാഖ്യാതുമേവാക്താഃ. ഇനി നരകാസുരനെ വധിച്ച കഥ പറഞ്ഞു. അത് കഴിഞ്ഞ് ഭഗതത്തിന്, നരകാസുരൻ്റെ പുത്രനായിട്ടുള്ള ഭഗതത്തിന് രാജ്യവും ഒരു നാൽക്കൊമ്പൻ ആനയെയും കൊടുത്തിട്ട് ബാക്കിയുള്ള ആനകളെയും അത്യധികമായിട്ടുള്ള രത്നത്തെയും നരകാസുരൻ തടവിലാക്കി നിർത്തിയിരുന്നതായിട്ടുള്ള 16,000 സ്ത്രീകളെയും ദ്വാരകയിലേക്ക് പറഞ്ഞയച്ചു. അതിനുശേഷം ദ്വാരകയിലേക്ക് പറഞ്ഞയച്ച ശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് പോയില്ല. ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സ്വർഗത്തിലേക്കൊന്ന് പോയി എന്നാണ്. സത്യഭാമയെയും കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ നരകാസുരൻ അപഹരിച്ചിരുന്നു. എല്ലാ ലോകങ്ങളും ആക്രമിച്ച് ജയിച്ച് നടന്നിരുന്നതായിട്ടുള്ള സമയത്ത് ദേവേന്ദ്രൻ്റെ അമ്മ അദിതിയുടെ കുണ്ടലങ്ങൾ കട്ടുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല, തട്ടിപ്പറിച്ചു കൊണ്ടുപോയിരുന്നു, ഹരിച്ചു കൊണ്ടുപോയി എന്നാണ്. അപ്പം അത് നരകാസുരനെ കൊന്നു കഴിഞ്ഞപ്പോൾ ഭഗവാന് കിട്ടി. ഈ കുണ്ടലങ്ങൾ, അതിഥിയുടെ കുണ്ടലങ്ങൾ കിട്ടി. അപ്പം അത് അതിഥിക്ക് തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് വേണ്ടിയിട്ടാണ് സ്വർഗത്തിലേക്കൊന്ന് പോയത്. ഭഗവാനും സത്യഭാമയും കൂടിയിട്ട്, സത്യഭാമയും കൊണ്ടാണല്ലോ യുദ്ധത്തിന് പോയത്, നരകാസുരനെ കൊല്ലാൻ വേണ്ടി പോയത്. അപ്പോൾ സത്യഭാമയെയും കൂട്ടിയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോയി. ഗരുഡൻ്റെ പുറത്ത് ആണ് പോയത്. അതാണ് ഇവിടെ ഈ കഥ പറയണത്. അത് കഴിഞ്ഞ് പാരിജാതം അപഹരിച്ചതും കൂടി പറയുന്നു ഈ ശ്ലോകത്തിൽ. ഭൗമ അപാഹൃത കുണ്ടലം, ഭൗമൻ ഭൂമിദേവിയുടെ പുത്രനായിട്ടുള്ള നരകാസുരൻ, ആ നരകാസുരനാൽ അപഹരിക്കപ്പെട്ടതായ കുണ്ടലം, അതിഥിയുടെ കുണ്ടലം, ദേവമാതാവായിട്ടുള്ള അതിഥിയുടെ കുണ്ടലം, അത് അതിഥേഹേ ദാതും, അത് ദാതും തിരിച്ചു കൊടുക്കാനായിട്ട്, അതിഥേഹേ കുണ്ടലം എന്ന് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ അതിഥേഹേ ദാതും എന്ന് എടുക്കാം. അതിഥേഹേ ദാതും എന്ന് പറയുമ്പോൾ സ്വതേ ദാനക്രിയ ആർക്കാണ് എന്ന് വെച്ചാൽ ചതുർത്ഥി വേണമെന്നൊക്കെ നിയമമുണ്ട്. പക്ഷേ ആ സമ്പ്രദാന വിവക്ഷ ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു പറയുമ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷഷ്ഠിയാവാം എന്നൊരു നിയമമുണ്ട്. അപ്പം അതിവിടെ അതിഥേഹേ ദാതും എന്നുള്ളത് അതിഥിക്കായി നൽകുന്നതിന് വേണ്ടി, അതിഥിക്ക് കൊടുക്കുവാൻ വേണ്ടി, അതിഥേഹേ ദാതും പ്രയാതഃ ദിവം പ്രയാതഃ ദിവം, സ്വർഗത്തിലേക്ക്, ദ്യൗഹു എന്നുള്ളതിന് സ്വർഗം എന്നർത്ഥം. അതിൻ്റെ ദ്വിതീയാണ് ദിവം എന്ന്. ദിവം പ്രയാതഃ, ദ്യോവിലേക്ക്, സ്വർഗത്തിലേക്ക് പോയതായ അങ്ങ്, പ്രയാതോ ദിവം ശക്രാദ്യൈർ മഹിതഃ, ശക്രാദ്യൈഹി, ശക്രൻ തുടങ്ങിയവരാൽ, ശക്രൻ ദേവേന്ദ്രൻ തുടങ്ങിയവരാൽ, മഹിതഃ പൂജിതനായി. അവിടെ ചെന്നപ്പോൾ ദേവേന്ദ്രന് വളരെ സന്തോഷമായി. അമ്മയുടെ കുണ്ടലം കിട്ടി. അതിലേറെ സന്തോഷം ഈ നരകാസുരനെ വധിച്ചു എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ നരകാസുരനെ വധിച്ചത് ദേവേന്ദ്രന് വളരെ സന്തോഷമായി. അപ്പം അങ്ങനെ ആ ദേവേന്ദ്രൻ്റെ അമ്മയുടെ കുണ്ടലമാണ് നരകാസുരൻ അപഹരിച്ചു വെച്ചിരുന്നത്. അത് തിരികെ കിട്ടും ചെയ്തു. ഈ ദിവ്യമായിട്ടുള്ള ആ കുണ്ടലങ്ങൾ തിരിച്ചു കിട്ടി. അപ്പം അതിലും സന്തോഷമായി. അത് നല്ലപോലെ പൂജിച്ചു ദേവേന്ദ്രൻ എന്നാണ്. ചക്രാദ്യൈഹി മഹിതഃ, പൂജിക്കപ്പെട്ടവനായിട്ട്, പൂജിതനായിട്ട്, ചക്രാദികളാൽ
ദേവേന്ദ്രൻ തുടങ്ങിയവരാൽ പൂജിതരായിട്ട് വേണ്ട പോലെ ബഹുമാനിച്ച് പൂജിക്കപ്പെട്ടവനായിട്ട് മഹിതോ ചക്രാദ്യൈഹി മഹിത സമം ദയിതയാ ദയിതയാ സമം മഹിത. ദയിതയോടൊപ്പം സത്യഭാമയോടൊപ്പം ഭഗവാനെ പൂജിച്ചു. രണ്ടുപേരെയും ഇരുത്തിയിട്ടാണ് പൂജിക്കുന്നത് എന്ന് തന്നെയല്ല, ഭഗവാനെ തന്നെയല്ല, സത്യഭാമയെയും ഭഗവാനെയും പൂജിച്ചു. ആര്? ശക്രാദികളായിട്ടുള്ള ദേവന്മാര്. ശക്രാദ്യേർ മഹിത സമം ദയിതയാ ജുസ്ത്രീഷു ദത്തഹ്രിയ. അവിടെ ഇപ്പോൾ പൂജിക്കാനായിട്ട് ശക്രാദികൾക്ക്, ദേവേന്ദ്രന് മാത്രമല്ല ശക്രാദികളൊക്കെ പൂജിച്ചു എന്നാണ് പറയണത്. ആ പൂജിക്കാനായിട്ട് പ്രത്യേകിച്ചൊരു കാരണം കൂടി ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ ജുസ്ത്രീഷു ദത്തഹ്രിയ. ജുസ്ത്രീഷു സ്വർഗത്തിലെ സ്ത്രീകൾ, അപ്സരസ്സുകൾ, ശചീദേവി, ഉർവശി, മേനക തുടങ്ങിയതായിട്ടുള്ള അപ്സര സ്ത്രീകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ ദത്തഹ്രിയ, അവർക്കൊക്കെ ലജ്ജ ഉണ്ടാക്കി തീർത്തു എന്നാണ്. ഹ്രീ ലജ്ജ. ദത്തഹ്രിയ ദത്തമായ ഹ്രിയോടുകൂടിയ, ലജ്ജയോടുകൂടിയ അവർക്കെല്ലാം ഹ്രിയെ ഉണ്ടാക്കിക്കൊണ്ട്, ലജ്ജയെ ഉണ്ടാക്കിക്കൊണ്ട്. എന്താണ് ദത്തഹ്രിയ ലജ്ജ ഉണ്ടാവാൻ കാരണം? സത്യഭാമ കാരണം. അവർക്കൊക്കെ ലജ്ജ ഉണ്ടാവാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ജുസ്ത്രീ ശക്രാദ്യൈഹി മഹിത സമം ദയിതയാ ജുസ്ത്രീഷു സൗന്ദര്യം കൊണ്ട്, സൗന്ദര്യം കൊണ്ടാണ്. ഭൗമാപാഹൃതകുണ്ടലം തദതിദാതും പ്രയാതോദിവം ശക്രാദ്യേർ മഹിത സമം ദയിതയാ ജുസ്ത്രീഷു ദത്തഹ്രിയ എന്ന് മാത്രമേ പറയുള്ളൂ. അത് ലജ്ജ കൊടുക്കാനുണ്ടായതായ കാരണം സൗന്ദര്യാതിരേകം തന്നെയാണ്. അവിടെ ഉള്ളതായിട്ടുള്ള സ്ത്രീകളെയൊക്കെ സൗന്ദര്യം കൊണ്ട് അതിക്രമിച്ചിരുന്നതായിട്ടുള്ള അധികം സൗന്ദര്യം ഉണ്ടായിരുന്നു സത്യഭാമയ്ക്ക് എന്നാണ്. അപ്പോൾ സത്യഭാമയുടെ സൗന്ദര്യാതിശയം കൊണ്ട് സ്വർഗത്തിലെ സ്ത്രീകൾക്കൊക്കെ ലജ്ജ ഉണ്ടായി, അവരൊക്കെ ലജ്ജിതരായി എന്നാണ്. അവരാണല്ലോ വലിയ സുന്ദരികൾ എന്ന് പറയണത്. പക്ഷെ അവർക്ക് കൂടി ലജ്ജ ഉണ്ടാക്കി ഈ സത്യഭാമയുടെ സൗന്ദര്യം എന്നാണ് പറയണത്. അങ്ങനെ ജുസ്ത്രീഷു ദത്തക്രിയ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരൊക്കെ പൂജിച്ചു, വേണ്ട പോലെ പൂജിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ കൽപ്പവൃക്ഷം കണ്ടപ്പോൾ, പാരിജാതം കണ്ടപ്പോൾ സത്യഭാമയ്ക്ക് അതൊന്ന് നാട്ടിലേക്ക് കൊണ്ടുപോയാൽ കൊള്ളാം, ദ്വാരകയിലേക്ക് കൊണ്ടുപോയിട്ട് തൻ്റെ വസതിയിൽ ഈ പാരിജാതം ഉണ്ടായാൽ കൊള്ളാം എന്ന്, നല്ല സൗരഭ്യം ഉണ്ടാവുമല്ലോ എന്ന് മാത്രമല്ല, പാരിജാതം എന്ന് വെച്ചാൽ കൽപ്പവൃക്ഷമാണ്, എന്താഭിലഷിക്കുന്നതും തരണതാണ്. അപ്പം അതുകൊണ്ട് അത് കൊണ്ടുപോയാൽ കൊള്ളാം എന്ന് തീർച്ചയാക്കി. ഏതായാലും ദേവേന്ദ്രനെയൊക്കെ അത്ര സഹായിച്ചതല്ലേ, അത് കൊണ്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല എന്ന് തീർച്ചയാക്കിയിട്ട് വരണ വഴിക്ക് അതും പറിച്ചെടുത്തു. എന്നിട്ട് ഗരുഡൻ്റെ മുകളിൽ ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് തിരിച്ചു പോരുമ്പോൾ ദേവേന്ദ്രൻ ഇതറിഞ്ഞു, ഈ കൽപ്പവൃക്ഷം പറിച്ചു കൊണ്ടുപോയി എന്നറിഞ്ഞിട്ട് ദേവേന്ദ്രൻ യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാണ്. ഭഗവാനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. എന്തിനാ? തനിക്ക് ജയിക്കാൻ പറ്റാത്തതായിട്ടുള്ള നരകാസുരനെ, മുരനെയും ഒക്കെ വധിച്ച് തനിക്ക് വേണ്ട ഉപകാരങ്ങളൊക്കെ ചെയ്തു തന്നതായിട്ടുള്ള ആ ഭഗവാൻ തന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് എന്നുള്ളത് നിശ്ചയുണ്ട്. എന്നിട്ടും ആ അഹങ്കാരം കൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാണ് പറയണത്. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ തോൽപ്പിച്ചു, യുദ്ധത്തിൽ തോൽപ്പിച്ചു. അങ്ങനെ തോൽപ്പിച്ചിട്ട് ഹൃത്വാ കൽപ്പതരും രുഷാഭിപചിതം, കോപത്തോടുകൂടി അഭിപതിതനായിട്ടുള്ള തൻ്റെ നേരെ യുദ്ധത്തിന് വന്നതായിട്ടുള്ള ദേവേന്ദ്രനെ ജിത്വാ, ജയിച്ചിട്ട് അഭ്യാഗമഹ, തിരിച്ചു വന്നു. അത് സുപുരത്തിലേക്ക് എന്നുള്ളത് അവിടെ അർത്ഥം കൊണ്ട് സിദ്ധിക്കുന്നു. സുപുരത്തിലേക്ക്, ദ്വാരകയിലേക്ക് തിരിച്ചു വന്നതായിട്ടുള്ള അങ്ങ് തിരിച്ചു വന്നു. അത് എന്തിനായിട്ടാണ് ഈ പരിജാതം അപഹരിച്ചതൊക്കെ ഭഗവാൻ ഇല്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഭഗവാന് ഈ ദേവേന്ദ്രൻ്റെ ഗർവ് ശമിപ്പിക്കണം എന്നൊരു മോഹം ഉണ്ടായിരുന്നു. ദേവേന്ദ്രൻ്റെ ഗർവ് മാത്രമല്ല, പിന്നെ ഇപ്രകാരം ഐശ്വര്യം കൊണ്ട്, സമ്പത്ത് കൊണ്ട് ഗർവ് ഉള്ളതായിട്ടുള്ള സർവർക്കും ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയണത്. തത്തു, അതാകട്ടെ ശ്രീമദദോഷ, ഐശ്വര്യം കൊണ്ടുള്ളതായിട്ടുള്ള മതം, അഹങ്കാരം, ദർപ്പം, അതുകൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള ദോഷം ഈദൃശ, ഇപ്രകാരമൊക്കെയാണ്. ഈദൃശ അതായത് ഇപ്പോൾ ദേവേന്ദ്രൻ യുദ്ധത്തിന് പുറപ്പെട്ടു, തോറ്റു,
ഭഗവാന്റെ അടുത്ത് യുദ്ധത്തിന് പുറപ്പെട്ടാൽ തോൽക്കാണ്ടിരിക്കുമോ? അങ്ങനെ തോറ്റു. അപ്പം ആ ദോഷം ദേവേന്ദ്രന് നാണക്കടായി എന്നുള്ളതാണ്. അപ്പം ഈ ഐശ്വര്യം കൊണ്ട് അധികം ആരും മതിക്കരുത്, എന്നാൽ ഈ ദോഷമൊക്കെ ഉണ്ടാവും എന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ തോന്നുന്നു. വാക്യാതും അകൃതാഹ, അതിനു വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത് എന്ന്, ആ എന്നുള്ളത് അങ്ങനെയാണ് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഭഗവാൻ എന്തിനൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അടുത്ത ശ്ലോകം. കൽപ്പദ്രും സത്യഭാമാ ഭവനഭുവി സൃജൻ ദ്വേഷ്ടസാഹസ്രയോഷാ സ്വീകൃത്യ പ്രത്യകാരം വിഹിത ബഹുപുല്ലാളയൻ കേളിഭേദൈ ആശ്ചര്യം നാരദാലോകിത വിവിധഗതിസ്തത്ര തത്രാപി ഗേഹേ ഭൂയഃ സർവാസു കുർവൻ ദശദശതനയൻ പാഹി വാതാലയേശ. കൽപ്പദ്രും, കൽപ്പവൃക്ഷത്തെ സത്യഭാമാ ഭവനഭുവി, സത്യഭാമയുടെ ഗൃഹത്തിൽ, ഭവനഭുവി അവിടെയുള്ളതായിട്ടുള്ള ആ ഭൂമിയിൽ സൃജൻ സ്ഥാപിച്ചിട്ട്, അതിനെ അവിടെ നട്ടിട്ട്, ആ സത്യഭാമയുടെ ഗൃഹത്തിൽ അതിൻ്റെ ചുറ്റുമുള്ളതായിട്ടുള്ള മുറ്റത്തോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ളതായിട്ടുള്ള സ്ഥലത്തോ എന്തായാലും ആ കൽപ്പവൃക്ഷം നട്ടു എന്നാണ്. അതിനുശേഷം സൃജൻ ദ്വഷ്ടസാഹസ്രയോഷാ സ്വീകൃത്യ, ദ്വി എന്ന് പറഞ്ഞാൽ 2, ദ്വഷ്ടം എന്ന് പറഞ്ഞാൽ അഷ്ടം എന്ന് പറഞ്ഞാൽ 8, അഷ്ടം എന്ന് പറഞ്ഞാൽ 8, ഈരെട്ട് 16, 16,000 ദ്വഷ്ടസാഹസ്രം, ഈരെട്ട് 16,000, 16,000 സ്ത്രീകളെ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നരകാസുരൻ ബന്ധിച്ച് നിർത്തിയിരുന്നതായിട്ടുള്ള സ്ത്രീകളെ ഇവിടേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടല്ലോ, അവരെയൊക്കെ വേണ്ട പോലെ വിവാഹം ചെയ്തു എന്നാണ്. സ്വീകൃത്യ, അവരെയൊക്കെ സ്വീകരിച്ചിട്ട്, തൻ്റെ പത്നിമാരായിട്ട് സ്വീകൃത്യ പ്രത്യകാരം, ഓരോരുത്തർക്കും ഓരോ ഭവനുണ്ടാക്കി, പ്രത്യകാരം വിഹിത ബഹുവപുഹു, എന്നിട്ട് ഓരോരുത്തർക്കും ഭവനുണ്ടാക്കി കൊടുത്താൽ പോരല്ലോ, അവിടെ ശ്രീകൃഷ്ണൻ ഭർത്താവായിട്ട് വീണം. അപ്പം അതിനു വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ സ്വയം 16,008 രൂപങ്ങൾ സ്വീകരിച്ചു എന്നാണ്. എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് 16,008 കൃഷ്ണന്മാരായിട്ട് തീർന്നു എന്നാണ്. പ്രത്യകാരം വിഹിത ബഹു അപുഹു, എന്നിട്ട് ലാളയൻ കേളിഭേദൈഹി, കേളിഭേദങ്ങളെ കൊണ്ട്, പലതരത്തിലുള്ളതായിട്ടുള്ള കേളികളെ കൊണ്ട് ആ 16,008 കന്യകമാരെയും ലാളിച്ചു, സന്തോഷിപ്പിച്ചു എന്നാണ്. അങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ട് വസിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നാരദാലോകിത വിവിധഗതി, ആശ്ചര്യത്തോടുകൂടി നാരദനാൽ ആലോകിതമായ, ദർശിക്കപ്പെട്ടതായ വിവിധഗതി, വിവിധ ഗതികളോടുകൂടി, നാരദ ആലോകിത വിവിധഗതി, അങ്ങനെ നാരദൻ ഇവരുടെ ഓരോരുത്തരുടെ ഗൃഹത്തിലും പോയി നോക്കി, എന്താണ് ഭഗവാൻ എങ്ങനെയാണ് ഇത്ര ആളുകളെ ഒരുമിച്ച് ഭർത്താവായിട്ട് സ്വീകരിക്കണത്, എങ്ങനെ ഭഗവാൻ ഇതൊക്കെ സാധിക്കണത് എന്ന് കാണാനായിട്ട് ഓരോരോ ഗൃഹത്തിലും പോയി നോക്കി നാരദൻ മഹർഷി. അപ്പം എല്ലാ ദിക്കിലും ഉണ്ട് ഭഗവാൻ, എവിടെ ചെന്ന് നോക്കിയാലും അവിടെയൊക്കെ ഉണ്ട്, ഓരോരോ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ഓരോരോ ഗൃഹത്തിലും. അപ്പം അങ്ങനെ വിവിധഗതി, വിവിധമായിട്ടുള്ള ഗതികളോടുകൂടി, ഓരോ തരത്തിലുള്ളതായിട്ടുള്ള ഗതികളോടുകൂടി ഓരോ ഗൃഹത്തിലും കാണപ്പെട്ടതായ അങ്ങ് ഭൂയ സർവാസു കുർവൻ ദശദശതനയാൻ, ഓരോരുത്തർക്കും ദശദശതനയാൻ കുർവൻ, ഓരോരുത്തരിലും സർവാസു എല്ലാവരിലും ദശദശതനയാൻ കുർവൻ 10 പുത്രന്മാരെ ഉണ്ടാക്കിയിട്ട് ഉള്ളതായ, അല്ലയോ വാതാലയേശ പാഹി, എന്നെ രക്ഷിച്ചാലും എന്ന് ആ ശ്ലോകത്തിൻ്റെ അവസാനത്തോടുകൂടി ദശകം അവസാനിച്ചു. അപ്പോൾ ആ കഥയും കൂടി നാരദനെ ഓരോരോ കാണാനായിട്ട് ഔത്സുക്യത്തോടു കൂടിയിട്ട് ഇങ്ങനെ ഓരോരോ ഗൃഹത്തിൽ പോണതും അവിടെയൊക്കെ ഓരോരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ കണ്ടു എന്നുള്ളതൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ, പാഹി എന്നെ രക്ഷിച്ചാലും എന്നാണ്. ഭൗമാപാഹൃതകുണ്ടലം തദതിതേർദാതും പ്രയാതോ ദിവം ചക്രാദ്യീർമഹിത സമം ദയിതയാ
ദ്യുസ്ത്രീഷു ദത്തഹ്രിയാ ഹൃത്വാ കൽപ്പതരും രുഷാഭിപതിതം ജിത്വേന്ദ്രം അഭ്യാഗമസ്തത്തു ശ്രീമദദോഷ ഈദൃശൈതി വ്യാഖ്യാതുമേവാകൃതാഃ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഭൗമൻ കട്ടതിഥിയുടെ കുണ്ടലമതാനാഗത്തിലേകി ഭവാൻ വന്ദിച്ചിന്ദ്രനുമേവരും ദയിതയെ ദേവാംഗനാമോഹിനീം. കട്ടു കൽപ്പകമൻ അന്നെതിർത്ത മകനെ തോൽപ്പിച്ചു വന്നു പുരം. ഐശ്വര്യേന മതിക്കിലാധിവരുമീ മട്ടെന്നു കാണിക്കുവാൻ. കൽപ്പദ്രും സത്യഭാമാ ഭവനഭുവി സൃജൻ ദ്വേഷ്ടസാഹസ്രയോഷാ സ്വീകൃത്യ പ്രത്യകാരം വിഹിതബഹുപുറില്ലാളയൻ കേളിഭേദൈ ആശ്ചര്യം നാരദാലോകിത വിവിധഗതിസ്തത്ര തത്രാപികേ ഭൂയഃസർവാസു കുർവൻ ദശദശതനയൻ പാഹി വാതാലയേശ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. നട്ടു ഭാമാഗൃഹത്തിൽ മരമതുടനെ 8 സഹസ്രം വെട്ടു നീ കന്യമാരെ ബഹു വപുവോടെ ലാളിച്ചു നാനാവിധത്തിൽ. വീട്ടിൽ വീട്ടിൽ നടത്തും പലവിധ കളിയാൽ അത്ഭുതം നാരദനായി സൃഷ്ടിച്ചു 10 മക്കൾ സകല വധുവിലും രക്ഷമാം വാതനാഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.